പക്ഷേ ഇത് സിനിമ കാണാൻ പൈസ വേണം. അപ്പോൾ ഇപ്പോൾ കാശുള്ളവർക്കാണ് ഉപാധിയെ കൂടുതൽ ആശ്രയിക്കാൻ കഴിയുക. ഇപ്പം പാവപ്പെട്ടവരും ഈ പറയുന്ന കാശ് ഉണ്ടാക്കി വെച്ച് സിനിമ കാണും. പക്ഷേ എങ്കിലും അത് ഫോക്കസ് ചെയ്യുന്നത് ഇത്ര രൂപ ഉള്ളവർക്കാണ് ഇത് കാണാൻ പറ്റുക. അത് ആ എൻ്റർടൈൻമെൻറ്റ് ഏരിയ തന്നെ അത്തരത്തിലുള്ളൊരു സംഗതിയാണ് അപ്പോഴും അതിൻ്റെ കണ്ടന്റ് ആക്കാൻ ശ്രമിക്കാറുള്ളത്. കണ്ടന്റ് ചിലതൊക്കെ മോഹിപ്പിക്കുന്ന കണ്ടന്റ് കാണാൻ വേണ്ടിയിട്ടായിരിക്കും സാധാരണക്കാരൻ ഇത് കാണുക. നമ്മുടെ സിനിമയുടെ, മലയാള സിനിമയുടെ വിഷയങ്ങൾ പലപ്പോഴും അത്തരത്തിലായിരിക്കും ഫിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളൊരു 99% പ്രണയ സിനിമകളിൽ തന്നെ നിൽക്കുന്നത് യങ്സ്റ്റേഴ്സ് ഇത് കാണണം എന്നുള്ളൊരു ആഗ്രഹം കൊണ്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയിലാണ് ചെറിയ ഡീവിയേഷൻസോ ചില തരത്തിലുള്ള പടങ്ങളോ ഒക്കെ നമുക്ക് ഉണ്ടായി പോകുന്നത്. പക്ഷെ അതൊരു പൊതു സ്വഭാവമല്ല. ഇതൊക്കെ സിനിമയുടെ ഗ്ലാമർ എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഈ ഗ്ലാമർ ആഗ്രഹിച്ചാണ് പലരും ഈ സിനിമയ്ക്കുള്ളിലേക്ക് വരുന്നതും, ഇല്ലെങ്കിൽ ചില ആശയങ്ങൾ പറയാൻ വേണ്ടിയിട്ടും ആൾക്കാർ വരുന്നുണ്ട്. ഈ ഒരു പൊതു സ്വഭാവം, സിനിമയുടെ പൊതു സ്വഭാവം ഈ പറയുന്ന ഏരിയയിലുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളെ വായിക്കാൻ കൂടി ആ ഒരു പൊതു സ്വഭാവത്തെ കൂടി ചേച്ചി ഇപ്പം വിലയിരുത്തണ്ടേ? നമ്മൾ കേരളത്തിൻ്റെ ഒരു പൊതുമണ്ഡലം എന്ന് പറയുന്നത് നോക്കിക്കഴിഞ്ഞാൽ നമ്മളധികം ഒരു മിഡിൽ ക്ലാസ് കൾച്ചർ തന്നെ ഉള്ളവർ തന്നെയാണ്. അതിപ്പോൾ വർക്കിംഗ് ക്ലാസ് ആയിരിക്കുന്ന ഒരാൾക്ക് പോലും മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞൊരു കൾച്ചറുണ്ട്. അത് വേറെ തന്നെയാണ്. ആ സ്വഭാവം അധികമുള്ളവരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ സ്ഥലങ്ങളിൽ നോക്കുമ്പോൾ അവിടെ അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ കാതലായ പ്രശ്നങ്ങളെ, അതിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള അതിൻ്റെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന സിനിമകൾ ഉണ്ടാകുമ്പോൾ കുറേ വർഷങ്ങളായിട്ട് മലയാളത്തിലെ മെയിൻ സ്ട്രീമിൽ അത്തരത്തിലുള്ള ഒരു പ്രശ്നം, അത്തരത്തിലുള്ളൊരു സബ്ജക്റ്റ് എടുക്കുന്ന പോലുമില്ല. ഇനി ഒന്നും വേണ്ട, മനുഷ്യബന്ധങ്ങളുടെ ഉള്ളിൽ തന്നെയുള്ള കാതലായ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ വരുന്ന സിനിമകളാണ് ത്രില്ലർ ജോണറാണ് നമ്മുടെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റിഗേഷനാണ്. ഇതല്ലാത്ത വേറൊരു പ്രശ്നം നമ്മുടെ സൊസൈറ്റിക്ക് ഇല്ലേ? അപ്പോൾ നമ്മൾ തന്നെ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മളൊന്ന് ഇത് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി ആണെന്ന് പറയുകയും ഇത്, പക്ഷേ ഞാൻ പറയുന്നത് വെച്ചാൽ ഈ തൊഴിലാളികൾ അടങ്ങുന്ന മനുഷ്യരും കൂടി പോയിട്ടാണ് ബോക്സ് ഓഫീസുകൾ ഉണ്ടാക്കുന്നത്. എല്ലാവരും വീട്ടിലിരുന്ന് സിനിമ കാണാൻ തുടങ്ങി കഴിഞ്ഞ് തിയേറ്ററൊക്കെ പൂട്ടി പോകേണ്ടി വരും. ഓൾറെഡി തന്നെ സി ക്ലാസ് തിയേറ്റർ, ബി ക്ലാസ് തിയേറ്ററൊക്കെ നമ്മളതിന് പോയി കഴിഞ്ഞു. ഇപ്പോൾ PVR പോലെയുള്ളതോ സിനിപോളിസിസ് പോലെയുള്ള തിയേറ്ററുകളേ ഉള്ളൂ. അതായത് 100, 150, 200 പേരൊക്കെ ഇരുന്ന് കാണാവുന്ന തിയേറ്ററുകളിലേക്ക് അത് ചുരുങ്ങി. വേറെ ഒന്നെന്ന് പറഞ്ഞാൽ മനുഷ്യർ ഈ കാലത്ത് ഡിജിറ്റലൈസ് ചെയ്തതിന് ശേഷം നമുക്ക് ഭാഗ്യത്തിന് ഡാറ്റ അവൈലബിൾ ആയതുകൊണ്ട് എല്ലാം സിനിമയാവണം. നമ്മൾ തന്നെ ഇറ്റ്സെൽഫ് എ കോണ്ടൻ്റാണ്. നമ്മൾ തന്നെ റീൽസിലൂടെ ഒരു സിനിമകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കുറേ എൻഗേജ്മെൻറ്റുകൾ, എൻ്റർടൈൻമെൻറ്റുകൾ മാത്രമായിട്ട് ചുരുങ്ങുമ്പോൾ സിനിമയെക്കുറിച്ച് ഗൗരവമായ ആലോചനകൾ സിനിമാ മേഖലയിൽ നിന്ന് ഇല്ലാതായി. ഇത് വെറും ഇൻഡസ്ട്രി ആണെന്നും പണമാണ് അതിൽ നിന്ന് കിട്ടേണ്ടത് എന്ന് പറയുമ്പോൾ കല എന്നുള്ളൊരു സംഗതി ഇതിൽ നിന്ന് ചോർന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ആർട്ട് സമൂഹത്തിന് ചെയ്യേണ്ടിയിരുന്ന മിനിമം ഉത്തരവാദിത്തങ്ങൾ പോലും സിനിമയ്ക്ക് ഇല്ലാതായി എന്നുള്ളൊരു രീതിയിലേക്ക് അത് മാറുന്നുണ്ട്. അത് ഗുണം ചെയ്യില്ല, ഇൻ ഫ്യൂച്ചറിൽ അത് ഗുണം ചെയ്യില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പലതരത്തിലുള്ള പ്രശ്നങ്ങൾ, പല ലെയറിൽ തന്നെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് പ്രേക്ഷകൻ്റെ മുന്നിലെത്തുന്നത് പ്രേക്ഷകന് കാണാൻ പറ്റുള്ളൂ. അതിൽ തന്നെ ഞാൻ ആലോചിക്കേണ്ടത് നമ്മൾ ഒരു ആഴ്ചയിൽ എത്ര പടം ഇറങ്ങുന്നുണ്ടെന്നുള്ളതാണ് മിനിമം. ഇത്രയും പടങ്ങൾ കാണാനുള്ള സാമ്പത്തിക ശേഷി ഇന്ന് നമ്മുടെ ജനതയ്ക്ക് ഉണ്ടോ? കാരണം ഇൻഫ്ലേഷൻ കൂടുകയും തൊഴിൽ കുറയുകയും തൊഴിൽ സാധ്യതകൾ കുറയുകയും അങ്ങനെ മൊത്തത്തിലൊരു പ്രൊഡക്ടിവിറ്റി ഇല്ലാത്തൊരു സമൂഹമായിട്ടും കൂടി കേരളം മാറുന്നുണ്ട്. അപ്പോൾ ഇതിനൊന്നും അഡ്രസ്സ് ചെയ്യാതെ നമ്മൾ ഫിലിം ഇൻഡസ്ട്രിയാണ് ഇനി നമുക്ക് എല്ലാം കൊണ്ട് ആണോ? ഈ റീസെൻ്റ്ലി വരുന്ന കാര്യങ്ങളെന്ന് വെച്ചാൽ ഇൻഡിവിജ്വലായിട്ട് വരുന്ന പ്രൊഡ്യൂസേഴ്സ് ആരും ഒന്നും ഗെയിൻ ചെയ്തിട്ടില്ല. 100-200 പടങ്ങൾ ഉണ്ടാകുമ്പോൾ 10 പടമൊക്കെയാണ് മാക്സിമം എന്തെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്നത്. ഈ കോടി ക്ലബ്ബ് എന്നൊക്കെ പറയുന്നത് അവർ തന്നെ പറയുന്നത് അതെല്ലാം ഇല്യൂഷനാണെന്ന് പറയുന്നത്. അവർ ഇൻവെസ്റ്റ് ചെയ്തതും അതിന് പുറകിൽ നടന്നതും സ്പെൻഡ് ചെയ്തതും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അനൂപ് മേനോൻ പറയണ്ടായിരുന്നു, നമ്മളൊരു പടം തിയേറ്ററിൽ എത്തിക്കാനായിട്ട് ഒരു സിനിമ എടുക്കേണ്ട അത്ര തന്നെ കാശ് സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു. എന്നിട്ട് നിർഭാഗ്യം എന്ന് വെച്ചാൽ ഇത് എല്ലാം എന്താ പറയണ്ടേ, നമ്മൾ ബുക്ക് മൈ ഷോയിൽ മാത്രമേ കാണിക്കുന്നുള്ളൂ ഇത്രയും ബുക്ക്ഡ് ആണെന്ന്. പക്ഷേ തിയേറ്ററിനകത്ത് വരുമ്പോൾ 10-12 പേരേ ഉള്ളൂ എന്ന് പറഞ്ഞ ഒരു വളരെ ദുരന്തപൂർണമായൊരു പിക്ചർ അങ്ങനത്തെ ഒരു നടനും നിർമ്മാതാവും സംവിധായകനും എഴുത്തുകാരനും ഒക്കെ പറയുകയാണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കൺസിഡർ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നമ്മൾ വെറുതെ പുകമറി ഉണ്ടാക്കി ഇത് ഇത്രയും എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രം കിട്ടുന്ന എന്തുമാത്രം നികുതികളുണ്ട്, നമ്മൾ എത്ര കാശ് കൊടുക്കുന്നത്. ഇന്ന് മിനിമം PVRലൊക്കെ പോയി ഒരു സിനിമ കാണണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയത് നമുക്ക് 160 രൂപ ഒരാൾക്ക് വേണ്ടേ?
അപ്പോൾ അതൊന്നും അങ്ങനെ നിസ്സാരമായിട്ട് മനുഷ്യരുടെ അധ്വാനത്തെ അതുപോലെ കാണികളെ ഇത് മിഡിൽ ക്ലാസ്സിൻ്റെ പ്രശ്നങ്ങളാണ് അങ്ങനെയൊന്നും കാണുന്നതിൽ യാതൊരു മീനിങ്ങും ഇല്ല കേട്ടോ. ഈ സർക്കാർ ഹേമ കമ്മിറ്റിയിൽ അടുത്തെടുക്കാൻ പോകുന്ന സ്റ്റെപ്പാണ്. ഇപ്പോൾ ഒരു സ്റ്റെപ്പ് എടുത്തതെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നത് എങ്ങനെ കൈകാര്യം ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പോലീസിനെ ഏൽപ്പിക്കുന്നു. ആ സ്റ്റെപ്പ് വേണം. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണ് ചെയ്യേണ്ടതെന്നതിനെ പറ്റിയിട്ടുള്ള ഒരു രൂപവും ഇതുവരെയ്ക്കും കിട്ടിയിട്ടില്ല. അതിന് ആരോടാണ് സംസാരിക്കുക, ആരാണ് ഇതിൻ്റെ അതോറിറ്ററി, ഇല്ലെങ്കിൽ ഏത് തരം, ഇപ്പോൾ കോൺക്ലേവ് എന്ന് പറഞ്ഞ് സംസാരിക്കുമ്പോഴും ആശയ വ്യക്തതയില്ല. ഈ സർക്കാർ എന്തായിരിക്കും ഫോക്കസ് ചെയ്യുക, ഇല്ലെങ്കിൽ എന്തായിരിക്കും ഫോക്കസ് ചെയ്യേണ്ടത്? സർക്കാർ ഫോക്കസ് ചെയ്യേണ്ടത് ഇതിൻ്റെ അടിസ്ഥാനത്തിലുള്ള തൊഴിൽ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ഭാഗത്ത് സെക്ഷൽ അബ്യൂസ് ഉണ്ടാവുന്നുണ്ടെന്നുള്ളതുണ്ട്. അപ്പോൾ അത് വേറെ രീതിയിൽ തന്നെ എനിക്ക് ഇപ്പോൾ രൂപീകരിക്കപ്പെട്ട ഇൻവെസ്റ്റിഗേഷൻ ടീമിനോടൊക്കെ എനിക്ക് ഭയങ്കര വിയോജിപ്പുണ്ട്. കാരണം നമ്മളെ പൊതു സമൂഹത്തിൻ്റെ ഒരു ആത്മവിശ്വാസത്തെ എടുക്കുന്ന വിധത്തിലുള്ള ഒരു ടീം വാളയാർ കേസിലൊക്കെ അത് തരത്തിലുള്ള കേസിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കാത്ത വിധത്തിൽ നമുക്ക് അട്ടിമറിച്ചോ എന്ന് സംശയം തോന്നുന്ന വിധത്തിലൊക്കെയുള്ള കുറേ ആളുകളൊക്കെ അതിനകത്തുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള ആളുകൾ ഏത് തരത്തിലായിരിക്കും ഈ കേസ് അന്വേഷിക്കുക എന്നുള്ള സംശയമൊക്കെ നമുക്ക് വരും. ഒരു ജെൻഡർ സെൻസിറ്റിവിറ്റി എന്താണെന്നുള്ളത് അപ്പോൾ ഇതിനകത്ത് പോസ്കോ പോലും ഉൾപ്പെടുത്താവുന്ന കേസുകളുണ്ടെന്ന് കേൾക്കുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ ഒന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ റിപ്പോർട്ട് തന്നെ വരുന്നത് സെൻസർ ചെയ്തിട്ടാണ്. അതും 4.5 വർഷം അത് കൊണ്ട് നടക്കുന്നു. പിന്നെ നമ്മൾ പുറമേ നിന്നുള്ള ഇടപെടൽ, ഇൻഫർമേഷൻ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് പ്രകാരമൊക്കെ എന്നിട്ട് ഇവരെല്ലാം കൊടുക്കുന്നത് ഇത് പുറത്ത് വിടണ്ടെന്ന്. പിന്നെ ഏറ്റവും അവസാനം വനിതാ കമ്മീഷൻ വഴി കോടതി വഴിയൊക്കെയാണ് ഈ സെൻസർ ചെയ്തൊരു കോപ്പിയെങ്കിലും കിട്ടുന്നത്. അപ്പോൾ എന്തിനാണ് ഇത്രയും ആശങ്ക? ഈ ഒരു 5 വർഷം എന്ന് പറയുമ്പോൾ ഇതിനകത്ത് ഈ ആളുകൾ പറഞ്ഞ് മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് എടുക്കുകയായിരുന്നെങ്കിൽ ഈ 5 വർഷത്തെ ഈ മനുഷ്യരുടെ സ്ട്രെസ് ഒന്ന് കുറയുമായിരുന്നു. കുറച്ചും കൂടിയും തോട്ട്ഫുള്ളായിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങളിലേക്ക് ഇത്രയും ഗുരുതരമായ വീഴ്ചകളിലേക്ക് എത്തിക്കാതെ കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യാൻ ഇവരും കൂടെ പ്രാപ്തരാക്കാമായിരുന്നു. അപ്പോൾ ഇത് ചെയ്തില്ല എന്ന് പറയുന്നത് ഗവൺമെൻറ് ആർക്കൊപ്പാണെന്നുള്ള ഒരു സംശയം നമ്മളേതുപോലെ എന്നെപ്പോലുള്ള ഒരാൾക്കുണ്ട്. രണ്ടാമത് ഇവർ ഉടനെ അനൗൺസ് ചെയ്യുന്നത് കോൺക്ലേവ് ആണ്. ഓൾറെഡി ആരോപിതരായ മനുഷ്യരാണ് കോൺക്ലേവിൻ്റെ സമിതിയിലുള്ളത്. നമുക്ക് എന്ത് ആത്മവിശ്വാസം വരിക? ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട കാര്യങ്ങളെന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ് എന്നല്ല, ഇതൊരു പ്രാക്ടീസിങ് സിസ്റ്റത്തിലും ആരോപിതനായ ഒരു വ്യക്തിനെ അതിൽ നിന്ന് മാറ്റി നിർത്തുന്നത് പരാതി പറഞ്ഞ ഒരാൾക്ക് കൊടുക്കേണ്ട ഒരു ആത്മവിശ്വാസമാണ്. ഇതത് ചെയ്യുന്നില്ല എന്ന് മാത്രമല്ല, ഇവരൊക്കെ അടങ്ങിയ ഒരു സമിതിയാണ് ഈ കോൺക്ലേവിനെ മുന്നോട്ടും കൊണ്ടുപോകുന്നത് എന്നുള്ളതൊക്കെ ഒരു കണ്ണിൽ പൊടിയിടാൻ ചെയ്യുന്നതാണോ? സത്യത്തിൽ ഇത്തരം പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യണം, ആർജവത്തോടെ അഡ്രസ്സ് ചെയ്യണം എന്നുള്ള താല്പര്യമില്ല. പിന്നെ ഇതിനൊരു സിനിമ നയമാണ് വരേണ്ടത്. നമുക്കൊരു ഫിലിം പോളിസി ഉണ്ടാവണം. ഇതിനകത്ത് സേവന വേതന വ്യവസ്ഥകൾ, തൊഴിൽ സമയങ്ങൾക്കൊക്കെ ഒരു റെഗുലേഷൻ ഉണ്ടാവണം. അതുപോലെ IC ഒക്കെ ഇംപ്ലിമെൻ്റ് ചെയ്യുന്നതിനകത്ത് ഗവൺമെൻറ്റിൻ്റെ തന്നെ ഒരു മോണിറ്ററിങ് ബോഡി വേറെ വേണം. LCCയും കൂടെ അത് ചെക്ക് ചെയ്യണം. ICC ഫങ്ഷൻ ചെയ്യുന്നുണ്ടോയെന്നും LCC ചെക്ക് ചെയ്യുന്ന വിധത്തിലേക്ക് ഗവൺമെൻറ് അതിന് നിർദ്ദേശങ്ങൾ കൊടുക്കണം. ഇങ്ങനെ പതുക്കെ മാറ്റിയെടുക്കാവുന്ന പ്രശ്നങ്ങൾ, ഇതൊന്നും പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നമല്ല. പക്ഷെ നിങ്ങളുടെ താല്പര്യങ്ങളും നിങ്ങൾ ആർക്കൊപ്പം എന്നുള്ളതാണ് ഇതിനകത്തെ പ്രശ്നങ്ങൾ. അപ്പോൾ അതൊക്കെ നിയമം വെച്ചും അതിനൊരു ആർജവമുള്ള ഒരു ഗവൺമെൻറ് അത് ആ സിസ്റ്റം ഇംപ്ലൈ ചെയ്തേ പറ്റുള്ളൂ. അത് ഇംപ്ലിമെൻ്റ് ചെയ്യാതെ പറ്റില്ല. അത് എൻ്റെ ഫോക്കസ് അതിലേക്കാണ്. അല്ലാതെ എനിക്ക് ഈ കോൺക്ലേവും അതൊന്നും ഉണ്ടാവാൻ പോകുന്ന, കാരണം ഈ കോൺക്ലേവിനോട് തന്നെ നമുക്ക് ഇപ്പം ഇവരൊക്കെയാണ് സമിതി എന്നുണ്ടെങ്കിൽ നമുക്കതൊക്കെ ബുദ്ധിമുട്ടാണ്. അത് എന്തുമാതിരി ആയിരിക്കും.